കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കേരളത്തിലെ തീരാ നഷ്ടമാണ് ലീഡർ ശ്രീ കെ കരുണാകരനും അതോടൊപ്പം തന്നെ ശ്രീ ഉമ്മൻചാണ്ടി. ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ സ്പേസിലേക്ക് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സ്പേസിലേക്കൊക്കെ കയറിക്കൂടാൻ വേണ്ടിയിട്ട് കോൺഗ്രസിലെ ഒരുപാട് നേതാക്കന്മാർ ഇടിക്കുന്നുണ്ട്. ഇതിനെന്തെങ്കിലും സാധ്യതകളുണ്ടോ? അല്ല, ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും 3 പേരാണ് ഐഡിയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒന്ന് കെ.സി. വേണുഗോപാലാണ്, ഒന്ന് നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഈ 2 പേരുണ്ടാക്കിയ വിടവിനേക്കാൾ കൂടുതൽ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് വിടവങ്ങ് വലുതാക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഹമ്മദ് പട്ടേൽ ഇരുന്ന കസേരയിലാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ഇരിക്കുന്നത്. കമ്മീഷൻ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് തായം കളിക്കാതെ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി കളിക്കേണ്ട ആളാണ്. ഇരിക്കുന്ന കസേരയുടെ മഹത്വത്തിൻ്റെ മാറ്റ് തിരിച്ചറിയാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ ആ മാറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമസ്കാരം. നമസ്കാരം. രാജമായി, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കേരളത്തിലെ തീരാ നഷ്ടമാണ് ലീഡർ ശ്രീ കെ കരുണാകരനും അതോടൊപ്പം തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയും. അവരുടെ ഒരു വിടവ് നികത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. എങ്കിലും ആ ഒരു ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ സ്പേസിലേക്ക് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സ്പേസിലേക്കൊക്കെ കയറിക്കൂടാൻ വേണ്ടിയിട്ട് കോൺഗ്രസിലെ ഒരുപാട് നേതാക്കന്മാർ ഇടിക്കുന്നുണ്ട്. ഇതിനെന്തെങ്കിലും സാധ്യതകളുണ്ടോ? അല്ല, ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും 3 പേരാണ് ഐഡിയുടെ മുമ്പിൽ നിൽക്കുന്നത്. 3 പേര് ആണ് സമൂഹം, പിന്നെ മാധ്യമങ്ങളും സമൂഹവും മുമ്പിൽ നിൽക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നതും സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കുന്നതും. അത് ഒന്ന് കെ.സി. വേണുഗോപാലാണ്, ഒന്ന് നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 3 പേരും CM മെറ്റീരിയൽസാണ്, അതിനൊന്നും സംശയമൊന്നുമില്ല. കാരണം രമേശ് ചെന്നിത്തല 19 വയസ്സിൽ മന്ത്രിയായതാണ്. പിന്നീട് ഒരുപാട് തവണ MP ആയി, കേന്ദ്ര സഹമന്ത്രിയായി, വീണ്ടും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി, KPCC പ്രസിഡന്റായി, പ്രതിപക്ഷ നേതാവായി ഒക്കെയായി. വി.ഡി. സതീശൻ 2021 പ്രതിപക്ഷ നേതാവാകുന്നതെന്നുണ്ടെങ്കിലും അതിനു മുമ്പ് 2011 ക്യാബിനറ്റിൽ 100% ധനകാര്യ വകുപ്പ് മന്ത്രിയാവാൻ ഏറ്റവും യോഗ്യനായിരുന്ന ആളാണ്. നിഷേധിക്കപ്പെട്ടിട്ടും പരിഭവമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് നിഷേധിക്കപ്പെട്ടപ്പോൾ കലഹത്തിനൊന്നുമില്ല. അതും 72 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നാൽ വേണമെങ്കിൽ ഒന്ന് വഴക്കുണ്ടാക്കാം, മന്ത്രിസ്ഥാനം ചിലപ്പോൾ കൊടുക്കേണ്ടിയും വരും. ഒന്ന് ഇടത്തടിച്ച് നിന്നില്ലെങ്കിൽ ഞാൻ MLA സ്ഥാനം രാജിവെക്കുക എന്ന് പറഞ്ഞാൽ മതി, പണിയായി. അതോടൊപ്പം തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ കെ.സി. വേണുഗോപാലും KSUടെയും യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് പിന്നീട് സംസ്ഥാന മന്ത്രിയായി മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊന്നും പരാജയപ്പെടാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ആദ്യത്തെ കാസർഗോഡ്. അത് കഴിഞ്ഞിട്ട് പിന്നീടൊന്നും പരാജയപ്പെട്ടിട്ടില്ല. MP ആയി, കേന്ദ്രമന്ത്രിയായി, PICC ജനറൽ സെക്രട്ടറിയാണ്. സംഘടനാപരമായി കേരളത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ്. അത്രയും വലിയ പദവിയിലേക്ക് വേറൊരു മലയാളി ഇതുവരെ CM സ്റ്റീഫൻ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇല്ലെന്ന് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഇത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വിടവ്, ഇവരെ 2 പേരുടെ വിടവ് നികത്താൻ 3 പേരെ നമ്മൾ കാണുമ്പോൾ തന്നെ മുരളിയുണ്ട്, KS ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരും ഏബിൾ തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. ആരും മുഖ്യമന്ത്രി ആവാൻ യോഗ്യർ അല്ലാത്തവര് എല്ലാവരും യോഗ്യർ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ 2 പേരുണ്ടാക്കിയ വിടവിനേക്കാൾ കൂടുതൽ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഈ വിടവങ്ങ് വലുതാക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് 4 വട്ടം മണ്ണ് വാരിയിട്ടാൽ ഉണ്ടാകുന്ന വിടവ് ഇപ്പോൾ ഒരു മല കൊണ്ടുവന്ന് ഇടിച്ചിട്ടാലും തീർക്കാൻ പറ്റാത്ത മാതിരിയുള്ള വിടവാക്കിയിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. അത്ര വലിയ സംഘടനാപരമായ പരിക്ക് കോൺഗ്രസിന് നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കെ.സി. വേണുഗോപാലിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഞാനൊരു സാധനം കണ്ടു. ഈ അയൽക്കൂട്ടത്തെ സ്ത്രീകളുടെ കൂടെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നു. ഈ കോപ്രായൊന്നും പുള്ളി കാണിക്കേണ്ടതല്ല. പുള്ളി ഇരിക്കുന്ന സ്ഥാനം ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം. സുരേഷ് ഗോപി കലിംഗ സംവാദം നടത്തുന്നതിന് പകരം നാളെ നരേന്ദ്രമോദി, അമിത്ഷാ ഇവിടെ വന്നിട്ട് കലിംഗ സംവാദം നടത്തി എങ്ങനെ ഉണ്ടാവും സ്ഥിതി? അതൊന്ന് ആലോചിച്ച് വയ്ക്കേ. ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണ് സ്വയം. അഹമ്മദ് പട്ടേൽ ഇരുന്ന കസേരയിലാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ഇരിക്കുന്നത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരാൾ ഉത്തരേന്ത്യൻ പത്രങ്ങളിൽ തന്നെ ഈ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നത്? കേരളത്തിൻ്റെ ഏതോ പഞ്ചായത്തിൽ പോയിട്ടിങ്ങനെ ഇരിക്കുക. ഈ തോന്നയ്ക്കൽ പഞ്ചായത്തിൽ അരിവറുക്കലല്ല പുള്ളിയുടെ പണി. മറ്റേ കമ്മീഷൻ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് തായം കളിക്കാതെ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി കളിക്കേണ്ട ആളാണ് പുള്ളി. ആ ഒരു വലുപ്പം അറിയണം. കാരണം നിലവിൽ ഫലത്തിൽ 2-3 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള. ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും അവരുടെ നേതാവാണ് കെ.സി. ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിൽ CPM-ൻ്റെ ജനറൽ സെക്രട്ടറിയുടെയും CP-യുടെ ജനറൽ സെക്രട്ടറിയുടെയും ഒക്കെ കൂടെ ഇരിക്കുന്നത് AICC പ്രസിഡന്റും പിന്നെ കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടെ LDF വന്നാലും UDF വന്നാലും അവരുടെ നേതാവാണ് കെ.സി. വേണുഗോപാൽ, ദേശീയ നേതാവാണ് കെ.സി. വേണുഗോപാൽ. ആ ഇരിക്കുന്ന കസേരയുടെ മഹത്വത്തിൻ്റെ മാറ്റ് തിരിച്ചറിയാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ ആ മാറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും വലിയ എക്സാമ്പിൾ ഇത് തന്നെയാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ അണ്ടിമുക്ക സഖാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഇടുന്ന പോലെ ഒരു ചുമന്ന മുണ്ടും എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് റീൽസ് ഇട്ട് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഭയങ്കര ബോറിംഗ് അല്ലേ അത്? പിണറായി വിജയൻ നിൽക്കുന്നിടത്തല്ലേ പിണറായി വിജയൻ നിൽക്കുക. പിണറായി വിജയൻ പോയിട്ട്
പിണറായി പാറപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുക, ചെഗുവേരയുടെ ഫോട്ടോ ഉള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിവരമില്ലാത്ത ഊളകൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. എല്ലാ പാർട്ടിക്കകത്തും ഉള്ള ഊളകൾ എന്ന് പറയുന്ന കുറേ ടീമുണ്ട്. അവരെയാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാതെ കമ്മികളെന്ന് വിളിക്കുന്നത്, കോൺഗ്രസ്സുകാരെന്ന് പറയാതെ കൊങ്ങികളെന്ന് വിളിക്കുന്നത്, ലീഗുകാരെന്ന് പറയാതെ മൂരികളെന്ന് വിളിക്കുന്നത്, BJPക്കാരെന്ന് പറയാതെ ചാണകസംഖികളെന്ന് വിളിക്കുന്നത്. ഈ വിളിക്കുന്ന കാറ്റഗറിയിലേക്ക്, ഈ കൊങ്ങികളുടെ കാറ്റഗറിയിലേക്ക് കെ.സി. വേണുഗോപാൽ സ്വയം അധപതിച്ചു പോകരുത് എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് പറയാൻ. അല്ല, ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശശി തരൂർ കുറേ അധികം ദിവസങ്ങളിലായിട്ട് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രതിരോധത്തിലും ആക്കിയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് എനിക്ക് ഇപ്പോഴും ഇനിയും കുറച്ചുകൂടി കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കക്ഷിയാണ്. ഇദ്ദേഹത്തെയൊക്കെ അനുനയിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു കേരളത്തിലെ ഒരു വലിയ നേതാവായിട്ട് കെ.സി. മാറി എന്നൊരു തോന്നലുണ്ടോ? അല്ല, അനുനയിപ്പിച്ച് പുള്ളി കൊണ്ടുവന്നു എന്നുള്ളതല്ല. അതിവിടെ പിന്നെ ഇപ്പോൾ ഇവർ ലക്ഷ്യ പരിപാടി നടത്തിയപ്പോൾ ശശി തരൂരും വന്നു. പക്ഷേ അതെനിക്ക് നന്നായെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓപ്പൺ ഫോറമായി. ശശി തരൂരിനെ പറഞ്ഞു, എൻ്റെ ടൈറ്റിലുകൾ വായിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നതെന്നുള്ളത്. ശശി തരൂരിന് ഉള്ളു തുറക്കാനും ഇവർക്കെല്ലാം പരസ്പരം ഒന്നും അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ഇവരും പരസ്പരം ചാനലിൽ കൂടെ അല്ലേ കണ്ടിട്ടുള്ളൂ, ഈ മൊബൈലിനകത്തേ കണ്ടിട്ടുള്ളൂ. ഇല്ല, കാരണം എല്ലാവരും മൊബൈലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുള്ളൂ, നേരിട്ട് കാണുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സസ്പെൻഷൻ നടപടി വരെ ഇവർ തീരുമാനിച്ചത് എങ്ങനെയാണ്? ഓൺലൈൻ മീറ്റിങ്ങിലാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇവർ ഒരുമിച്ച് കാണുന്നില്ല. മറ്റോ വരുന്നുണ്ടെന്നാണ് ഇവൻ ആ വഴിക്ക് പോകത്തില്ല. ഇയാളുള്ളിടത്തോട്ട് മറ്റേ ആൾ അവിടെ അതേ ഗസ്റ്റ് ഹൗസിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വെക്കേറ്റ് ചെയ്തിട്ട് എങ്കിലും സ്വകാര്യ ഹോട്ടലിലോട്ട് പോകും. കാണാൻ താല്പര്യമില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയേണ്ടി വരുമല്ലോ ഒന്നും കണ്ട്. അങ്ങനെ നടക്കുന്ന ആൾക്കാരെ ഇവർ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ യാദൃശ്ചികമായിട്ടൊക്കെ ചിലരൊക്കെ തമ്മി കണ്ടു. ശശി തരൂർ പിന്നെ എന്നെ വിളിച്ചില്ല എന്നും പറഞ്ഞ് പോയില്ല. കാരണം എൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിലെ വിവാഹമാണെന്നും പറഞ്ഞ് മരിച്ചുപോയ ആര്യാടൻ മുഹമ്മദ് ക്ഷണക്കത്ത് അയച്ചില്ല എന്നും പറഞ്ഞിട്ട് പുള്ളി പിന്നെ അതിന് പോയില്ല, എന്നെ ഇൻവൈറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവരിപ്പോൾ ഒരുമിച്ച് കാണുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സമ്പൂർണ്ണമായും ഒരുമിച്ച് കാണുന്ന, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുന്നൊരു പരിപാടിയാണ് ഈ പറഞ്ഞ പരിപാടി എന്ന് പറയുന്നത്. എന്തായിരുന്നാലും മുണ്ട് പറിക്കലും ബാക്കിയുള്ള കലാപരിപാടികളൊന്നും ഇല്ലാതെ നന്നായിട്ട് നടക്കുകയും ചെയ്തു ലക്ഷ്യ എന്നുള്ളത്. ലക്ഷ്യത്തിലെത്തുമോ ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. എനിക്കാവും പിന്നെ ഒരു നല്ല മൂവ്മെൻ്റ് ആയിരുന്നു, നല്ല പരിപാടിയായിരുന്നു, നല്ല ഒരു പിന്നെ പഠന ശിബിരം പോലെയുള്ള രീതിയിൽ അവർക്ക് ഒന്നുകൂടെ നേതൃത്വത്തിന് പിന്നെ ഇടയിൽ ഒരു റെക്ടിഫിക്കേഷനും ഒരു പിന്നെ കൂടിയാലോചനകൾക്കും ഒരു തുറന്നു പറച്ചിലുകൾക്കും ഒക്കെ അവസരമൊരുക്കി കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ നോക്കാൻ സതീശനുണ്ട്, ചെന്നിത്തലയുണ്ട് ഇവിടെ, പിന്നെ അതേപോലെ തന്നെ അടൂർ പ്രകാശുണ്ട്, സണ്ണി വക്കീൽ വളരെ ക്ലാസിക്കായിട്ട് മീഡിയയെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ട് കോൺഗ്രസ് നേതാവ് മീഡിയ കൈകാര്യം ചെയ്യുന്ന സണ്ണി വക്കീൽ. ഇടയ്ക്കൊന്നും നാക്കുപിഴകൾ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഇഷ്ടംപോലെ നാക്കുപിഴ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ. അല്ല, അത് നാക്കുപിഴയല്ല, പുള്ളി പർപ്പസ്ഫുള്ളി പറയുന്നതാണ്. പുള്ളിക്ക് ടാങ്ക് സ്ലിപ്പ് എന്ന് പറയുന്ന സാധനം വരത്തില്ല. അപ്പോൾ നമ്മൾ കഴുത്തിന് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ ഉള്ള പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് നല്ല മനോഹരമായിട്ട് ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനറിയാം. പിന്നെ മുൻ പ്രസിഡന്റ് MMS ഉണ്ട്, ബെന്നി ബെഹനാനെ പോലുള്ള ലീഡേഴ്സ് ഉണ്ട്, തിരുവഞ്ചൂരുണ്ടൊക്കെ ഉണ്ട്. അവരിവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തും, അത് മോണിറ്റർ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ അമേത്തിയുടെ MP ആണ്. രാഹുൽ ഗാന്ധി അമേത്തിയിലെ അവിടെ MP ആണെങ്കിലും അദ്ദേഹം ദേശീയ നേതാവായതുകൊണ്ട് തന്നെ അമേത്തി മണ്ഡലത്തിലെ എല്ലാ മുക്കിലും കയറി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഓഫീസ് കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യും. വയനാട് MP ആയിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്ര പ്രാവശ്യം വന്നത്, വരാൻ കഴിയത്തില്ല, ദേശീയ നേതാവാണ്. വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്തിലെ 8ാം നമ്പർ വാർഡിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ താല്പര്യം കൊണ്ടൊന്ന് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വൃത്തികേടാണത്. അത് അവനവനിരിക്കുന്ന സ്ഥാനത്തിൻ്റെ വില അറിയാത്തതുകൊണ്ട് ആനയ്ക്കാനയുടെ വലുപ്പം അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവിടെയാണ് കെ.സി. ശ്രദ്ധിക്കേണ്ടത്. കെ.സി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ തായം കളിക്കുകയും ഏതെങ്കിലും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ തീരുമാനിക്കാനുള്ള തീരുമാനത്തിൽ ഇടപെടുകയോ ഒന്നും ചെയ്യുകയല്ല വേണ്ടത്. കെ.സി. ഇരിക്കേണ്ടടുത്ത് കെ.സി. ആ രീതിയിലുള്ള ആക്സസ് പോലും ആളുകൾ കൊടുക്കരുത്. കെ.സി. ഡീൽ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ലീഡർഷിപ്പുമായിട്ടാണ് കെ.സി. ലീഡ് ചെയ്യേണ്ടത്. കെ.സിയെ സംബന്ധിച്ചിടത്തോളം കെ.സി. കാണേണ്ടത് ഒരുപാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളിൽ ഒന്ന് മാത്രമാണ് കേരളം. ഇന്ത്യയിലെ വിവിധ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളിൽ ഒന്ന് മാത്രമാണ് കേരളം. അതിൽ തന്നെ ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലൊന്നാണ്. കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും ഒക്കെ കൊടുക്കുന്ന പ്രാധാന്യം കഴിഞ്ഞിട്ട് ശേഷം ഇവിടെ കൊടുക്കാവൂ. കെ.സിയുടെ പൊളിറ്റിക്സ് ദില്ലി കേന്ദ്രീകരിച്ച് തന്നെയാണ് നിൽക്കേണ്ടത്. കെ.സി. ദില്ലി കേന്ദ്രീകരിച്ച് തന്നെയാണ് ഫോക്കസ് ചെയ്ത് തന്നെയാണ് പോകേണ്ടതെന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളതും. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് തന്നെ വന്ന ആളാണ് ഭഗവന്ത് സിംഗ് മാൻ. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായ ദില്ലിയേക്കാളും വലിയ സംസ്ഥാനം, അതും സ്വതന്ത്ര ചുമതലയുള്ള സംസ്ഥാനം. ദില്ലി ഒരു പിന്നെ പാർഷ്യലേ ഉള്ളൂ. CM എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്, പോലീസിനെ പോലും അവർക്ക് നിയന്ത്രണമില്ല. ഭഗവന്ത് സിംഗ് മാൻ അവിടെ പിന്നെ മുഖ്യമന്ത്രിയായിട്ട് പഞ്ചാബിൽ വന്നു കഴിയുമ്പം എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ എന്നും പോയിട്ട് പഞ്ചാബിലെ സെക്രട്ടേറിയറ്റിൽ പോയിരുന്ന് അരവിന്ദ് പിന്നെ കെജ്രിവാൾ എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇതൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ആനി രാജ CPIയുടെ ദേശീയ നേതാവാണ്, മലയാളിയാണ്, കണ്ണൂർക്കാരിയാണ്. ആനി രാജ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾക്കകത്ത് CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനും ലോക്കൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനും നടക്കുമോ? ഇല്ല. MA ബേബി CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ AKG സെൻറ്ററിലെ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോലും പുള്ളിയൊന്ന് വന്നു, ജസ്റ്റ് ഒരു ഗസ്റ്റായിട്ട് വന്നു പോയി എന്നല്ലാതെ
ഇവിടുത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനകത്ത് പുള്ളി ഇടപെടുന്നില്ല. പുള്ളി ചോദിക്കുമ്പോൾ പുള്ളി ട്രംപിൻ്റെ കാര്യങ്ങളോ ബാക്കിയുള്ളതൊക്കെ പുള്ളി ഇടപെടുന്നുള്ളൂ. അല്ല, ഇന്ത്യക്കകത്ത കാര്യം പോലും പുള്ളി സംസാരിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ ആവണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ പിന്നെ കെ സി ഒരു കാര്യം ചെയ്യട്ടെ, കെ സി സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം അങ്ങ് ഒഴിവാക്കട്ടെ, പൂർണ്ണ സമയം സംസ്ഥാനത്ത് കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കട്ടെ. എന്നിട്ട് ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക് നമ്മളെ വിശ്വപൗരൻ ശശി തരൂരിനെ ഏൽപ്പിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് വലിയ പണിയൊന്നും ഉണ്ടാകത്തില്ല. പുള്ളി ഒറ്റ ദിവസം കൊണ്ട് ഡീൽ ഉറപ്പിച്ച് കോൺഗ്രസിനെ ഇതാ ഞങ്ങൾക്ക് വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൈസ കൺവേർട്ട് ചെയ്തിട്ട് ഒന്നുകിൽ സ്വിസ് ബാങ്കിലേക്ക് തരിക, അല്ലെങ്കിൽ പിന്നെ US ഡോളറിൽ അവിടെ ഞാൻ പറയുന്നിടത്ത് ന്യൂയോർക്കിൽ കൊടുത്തോളാൻ പറയും. ഇവിടെ നിന്ന് ഫ്ലൈറ്റും കയറി പോയിക്കോളും. കോൺഗ്രസും ഇല്ല, ശശി തരൂരും ഇല്ല, നാട്ടുകാർക്കും രക്ഷയായിരിക്കും.